കാലങ്ങളുടെ അതിർത്തിക്ക് പുറത്തായ ദിവ്യലോകത്ത് ശിവനും സതിയും പരമശിവനും ദക്ഷപുത്രിയായ സതിയും ആകാശത്തോളം ഉയർന്ന ഒരു സ്നേഹബന്ധത്തിൽ ചേരുകയായിരുന്നു. അവർ തമ്മിലുള്ള ബന്ധം വെറും ദൈവിക വൈഭവം മാത്രമല്ല, അത് പ്രണയത്തിന്റെ ഏറ്റവും ഉന്നത രൂപമായിരുന്നു. സതി ശിവനിൽ ആഴമായി പ്രണയം കണ്ടു. ശിവൻ കാടുകളിൽ അഭയം കണ്ടെത്തിയ ഭീകരരൂപിയുമായി തോന്നാമെങ്കിലും സതിക്കറിയാം ശിവൻ ലോകത്തെ ഏറ്റവും കരുണയും സമത്വവുമുള്ള പുരുഷനാണ് എന്ന്. പക്ഷേ അവളുടെ പിതാവ് ദക്ഷപ്രജാപതി ഈ ബന്ധത്തെ അംഗീകരിച്ചില്ല. അവൻ ശിവനെ അശുചിതൻ, അരഹിതൻ, വെറുതെ കഴിയുന്ന എന്ന് പരിഹസിച്ചു. തന്റെ പുത്രിയെ ഒരാളുടെ അയോഗ്യന്മാരിൽ കൂട്ടിയിണക്കിയതിൽ ദക്ഷൻ പ്രകോപിതനായി. ഒരു ദിവസം ദക്ഷൻ വലിയ യാഗം സംഘടിപ്പിച്ചു. അതിന് ലോകമാകെ ദേവതകളെ ക്ഷണിച്ചു. പക്ഷേ ശിവനെ ക്ഷണിച്ചില്ല. സതി അത് അറിയുമ്പോൾ ഹൃദയത്തിൽ പൊള്ളലുണ്ട്. എന്റെ ഭർത്താവിനെ അവമാനിച്ചിരിക്കുന്നു എന്നതുകൊണ്ട് അവളിൽ തീ പോലെ പൊങ്ങിയതായിരുന്നത് ആത്മാഭിമാനത്തിന്റെ വേദനയും സ്നേഹത്തിന്റെ ശക്തിയുമായിരുന്നു. അവൾ പോയി ആ യാഗശാലയിൽ പിതാവിനോട് ചോദിച്ചു, കൂടുതൽ അങ്ങയ്ക്ക് ശിവനെ കാണാനാവുന്നില്ലെങ്കിൽ എനിക്ക് അങ്ങയെ പിതാവായി കണക്കാക്കാനാവില്ല. എവിടെയും ഉത്തരം കിട്ടാതെ അവളുടെ ഹൃദയം പൊട്ടിപ്പോയി. അവളൊരു തീപിടിച്ച ആത്മാഭിമാനമായിത്തീർന്നു. ശിവനെ അവമാനിച്ച ലോകത്തെ നിസ്സാരമാക്കാൻ അവൾ യാഗകുണ്ടത്തിൽ ചാടിയക്കൊണ്ട് തീയിൽ ലയിച്ചു. അവളുടെ ചെറുതായി മുഴങ്ങുന്ന കൂടുതൽ ശിവ എന്ന ശബ്ദം മഹാകാളന്റെ ഹൃദയത്തിലേക്ക് പാളികളായി കയറിപ്പോയി. ശിവൻ അറിഞ്ഞപ്പോൾ സത്യത്തിൽ പ്രപഞ്ചം മുഴുവൻ തന്നെ നടുങ്ങി. ശിവൻ ഭീമാകാരമായി മാറി. അവൻ സതിയുടെ ശരീരം തോളിലേറ്റി മുന്തഭ്രമണത്തിൽ ആകാശം മുഴുവൻ ചുറ്റിനടന്നു. പക്ഷേ പ്രപഞ്ചം നിലനിൽക്കേണ്ടതല്ലേ? വിഷ്ണു തന്റെ ചക്രം ഉപയോഗിച്ച് സതിയുടെ ശരീരം 51 ഭാഗങ്ങളായി വിഭജിച്ചു. അവ അവിടെയെവിടെയായി വീണു. ശക്തിപീഠങ്ങൾ ആയി മാറി. അവിടെയാണ് ഇന്ന് ജനങ്ങൾ സതിയുടെ രൂപത്തിൽ ദേവിയെ ആരാധിക്കുന്നത്.